ബ്രോക്കറെ. ആ നീയാ? നീ ഇരിക്കപ്പ, നമുക്ക് സംസാരിക്കാം. ഒക്കെ വിവാഹം കഴിക്കാൻ പെണ്ണിനെ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് ബ്രോക്കർ ചാർജ് വാങ്ങിയിട്ട് മുങ്ങി നടക്കുവാണല്ലേ കള്ള ബ്രോക്കറെ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാടാ? പെമ്പിള്ളേർക്ക് ഒളിച്ചോടാനാ താല്പര്യം. കാര്യമൊക്കെ ശരി തന്നെ. ഒളിച്ചോട്ടം ഏത് പെണ്ണിൻ്റെ കൂടെ ഏത് സമയത്ത് എപ്പോഴും ഒളിച്ചോടണം എന്ന് നീ പറഞ്ഞോ. നാടിരി എൻ്റെ കല്യാണം നടന്നാൽ മതി. നീ കള്ളു കുടിക്കൂല, വീട് കഴിക്കൂല, ഇറച്ചി കഴിക്കൂല, പിന്നെ ഏത് പെണ്ണാ നിന്നെ ഇഷ്ടപ്പെടുക? ഓ, അതാണ് നിങ്ങൾ എന്നിൽ കാണുന്ന വലിയ കുറ്റം. ഞാനല്ല, പെമ്പിള്ളേര് നിന്നിൽ കാണുന്ന കുറ്റം. അതൊക്കെ പോട്ടെ, എന്നിന്റെ സൽസ്വഭാവിയും പരോപകാരിയുമായ എന്നെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ ഈ നാട്ടിൽ കാണില്ലേ? ഇല്ലടോ, ഇല്ല. അത്തരം പെൺപിള്ളേരൊന്നും ഇപ്പോഴും ഇല്ല. ഞാനിങ്ങനെ പെണ്ണ് കെട്ടാതെ മരിക്കുമല്ലോ ഈശ്വരാ. ന്യൂജൻ പെൺപിള്ളേർക്ക് നിന്നെക്കൊക്കെ നല്ല സ്വഭാവമില്ലാതെ വേണ്ട. ഓഹോ, എന്നൊരു കാര്യം ചെയ്യും, എന്നോട് പലപ്പോഴായിട്ട് 500,000 വാങ്ങിയിട്ടില്ലേ? അത് കൊടുക്കണ്ട. ഇല്ലടാ, ഇല്ല, പൈസ ഒന്നും ഇല്ല, ആകെ ബുദ്ധിമുട്ടില്ല. ഒരു കല്യാണം നടത്തിയാൽ നല്ല കമ്മീഷൻ കിട്ടുമല്ല, എന്നിട്ടാണ് ഈ പിച്ചക്കാരന്മാര് ഇല്ലാ പാട്ട് പാടുന്നത്. ഇപ്പൊ കല്യാണം നടക്കുന്നില്ലടോ, എല്ലാം ഒളിച്ചോട്ടാ. അതെ, ഈ ജോലിയിലെ പെമ്പിള്ളേരുണ്ടാവില്ലേ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ജോലി കിട്ടിയിട്ട് കല്യാണം മതിയെന്ന് പറയുന്ന പെൺപിള്ളേർ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാ പിന്നെ അങ്ങനെ ഒരാളെ എനിക്ക് വേണ്ടി നോക്ക്. ഇനി വയസ്സ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ലാന്ന്, എനിക്കും വയസ്സായില്ലേ. ജോലി കിട്ടിയിട്ട് വിവാഹം വേണ്ടാന്ന് പറയുന്ന പെൺപിള്ളേരുമുണ്ട്. അതെന്താ അങ്ങനെ ഒരു സ്വഭാവം? ജീവിക്കാൻ ജോലിയായി, പിന്നെ ഇതിന് വേറെ ആളുടെ സഹായം. പെൺപിള്ളേർ ഇങ്ങനെയൊക്കെ വിചാരിച്ചാല് എന്നെ പോലെ പുരനിറഞ്ഞു നിൽക്കുന്ന ആൺപിള്ളേരൊക്കെ എന്താ ചെയ്യാം? ഒരു വഴിയുണ്ട്, പ്രേമിക്കാൻ അറിയണം. പറ്റുമോ? പ്രേമിക്കാനോ? അയ്യ, ഞാനില്ല വൃത്തിയോട്. ഒരു വൃത്തിയോടുമില്ല, ഒന്ന് നോക്കിക്കോ. ബ്രോക്കറെ, എന്നെ കൊണ്ട് പ്രേമിക്കാനൊന്നും പറ്റില്ല കേട്ടോ. നേരെ ചൊവ്വ കല്യാണം നടന്നാൽ മതി, എനിക്ക് അത്രേ പറ്റും. ഹോട്ടൽ കയറി ബിരിയാണി കിട്ടും പോലെ ഒരു പെണ്ണിന് കിട്ടൂല. അത് പിന്നെ ഒരു 4-5 കൊല്ലം മുമ്പ് 2-3 പെൺപിള്ളേര് പ്രേമാണെന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ കൂടിയതാ. എന്നെ അതിന് കിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി. ഞാനാരാ? അന്ന് നീ മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇന്ന് 2 പിള്ളേരുടെ അച്ഛനാ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട കേട്ടാ. എന്റെ പൈസയും എടുക്ക പെട്ടെന്ന്, ഇല്ലെങ്കിൽ എനിക്ക് കല്യാണം പെണ്ണിനെ ശരിയാക്കിത്താം. എന്നാ പിന്നെ ഞാൻ അവസാനമായി ഒരടവ് എടുക്കാൻ പോവുകയാണ്. അടവിന്റെ ആശാനാണല്ലോ. ഇതിപ്പോ എന്താ അടവാണെങ്കിൽ ബാക്കി ഉള്ളത്? നീ ഒരു കഞ്ചാവ് വിൽപ്പനക്കാരനാണെന്ന് ഞാൻ എല്ലാ പെൺപിള്ളേരോടും പറയും. ഇനി അതിന്റെ കുറവും കൂടെ ഉള്ളൂ. അല്ല, അതെന്തിനാ നിങ്ങൾ അങ്ങനെ പറഞ്ഞു വരുത്തുന്നത്? കഞ്ചാവിന്റെ രുചി അറിഞ്ഞ പെൺപിള്ളേരുടെ നാടാണ് നമ്മളുടേത്. ഓ, അത് പെൺപിള്ളേരെ ഇഷ്ടം. അതിന് എന്നെ ഇങ്ങനെ ഒരു കഞ്ചാവ് വിൽപ്പനക്കാരനാക്കിയിട്ട് അവതരിപ്പിക്കുന്നത് എന്തിനാ? അതാണ് എനിക്ക് അറിയുന്നത്. നിന്നെ കിട്ടുന്ന പെണ്ണിന് ഫ്രീ ആയിട്ട് കഞ്ചാവ് കിട്ടുമല്ലോ. അതിന് കഞ്ചാവിന്റെ രുചി അറിഞ്ഞ ഏതെങ്കിലും പെൺപിള്ളേര് നിന്നെ കെട്ടാൻ തയ്യാറാകും. ഐഡിയ കൊള്ളാം, പക്ഷേ ഇത് എനിക്കുള്ള ഫോണാണ് കേട്ടോ. ഞാൻ സ്പീക്കറിലിടാം. എടാ, ഇവിടെ സ്കൂൾ പിള്ളേർക്ക് കഞ്ചാവ് വേണം, എപ്പോഴെത്തിക്കുവാ? ഞാനേ വീട്ടിലുണ്ട്, നീ ഇങ്ങോട്ട് വാ. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ. അപ്പൊ നീ കഞ്ചാവ് കച്ചവടക്കാരനല്ലേ? അപ്പോ കഞ്ചാവിന്റെ രുചി അറിഞ്ഞ ഒരു പെണ്ണ് എന്റെ കസ്റ്റഡിയിലുണ്ട്. നാളെ തന്നെ നിന്റെ കല്യാണം.